ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളും കലകളൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടും അതുപോലെ തന്നെ നല്ല യങ് ആയിട്ടിരിക്കും കേട്ടോ. നമുക്ക് 70 വയസ്സ് കുറച്ച് കിട്ടും. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്ന കമൻറ്റാണ്, ചേച്ചി ഞാനിത് രാത്രി അപ്ലൈ ചെയ്ത് കിടന്നപ്പോൾ നേരം വെളുത്തപ്പോൾ ഞാൻ കുഞ്ഞാവയായി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞാവ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ല കേട്ടോ, ഇപ്പം തന്നെ പറയാണ്. അപ്പോൾ അതുപോലത്തെ ഏതെങ്കിലും കുഞ്ഞാവകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല കേട്ടോ, നിങ്ങൾ നൈസായിട്ട് അങ്ങ് സ്കൂട്ടായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രായം കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങായിട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കുന്ന ഭാഗങ്ങളാണ് നമ്മുടെ കണ്ണിന്, നമ്മൾ വാലിട്ട് എഴുതുന്ന ഭാഗം ഉണ്ടല്ലോ, കണ്ണിൻ്റെ എൻഡ്, ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന വരകൾ, നമ്മൾ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വരകൾ, അതുപോലെ നെറ്റിത്തടമേലുണ്ടാകുന്ന ആ ഒരു റിങ്കിൾസ്, പിന്നെ നമ്മൾ മൂക്കിൻ്റെയും അതുപോലെ തന്നെ കവളിൻ്റെയും സൈഡ് ഉണ്ടാകുന്ന ആ ഒരു റിങ്കിൾസ്, നമ്മൾ ചിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു റിങ്കിൾസ്, ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് പ്രായം തോന്നിക്കുന്ന മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതല്ലാണ്ട് ഇനിയുണ്ട്, പക്ഷെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു കാര്യങ്ങൾക്ക് ആ ഒരു വരകൾ വീണിട്ടുണ്ടെങ്കിൽ, ചുളിവുകൾ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏജ്ഡ് ആയിട്ട് നമുക്ക് തോന്നിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരും, നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് തന്നെ ലൈറ്റിൻ ചെയ്ത് കാണിക്കും. അതുപോലെ പിഗ്മെൻറ്റേഷനോ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് നമ്മുടെ സ്കിന്നിന് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആക്കി വെക്കാനും, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യങ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഹെൽപ്പ് ആക്കും കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ മുന്തിരിയാണ് കേട്ടോ. ഈ ഒരു മുന്തിരിക്കകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഏജ്ഡ് ആവില്ല. അതല്ലാതെ നിങ്ങൾ തമ്പനിയിൽ 20 വയസ്സ് കുറഞ്ഞു അല്ലെങ്കിൽ 10 വയസ്സ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ 18 വയസ്സിലേക്കോ അല്ലെങ്കിൽ 10 വയസ്സിലേക്ക് കുഞ്ഞാവുകളാവുക, അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എത്ര ആയാലും നമുക്കൊരു ഏജ് ആയിക്കഴിയുമ്പോൾ നമുക്ക് എന്തായാലും പ്രായം ആയിക്കഴിഞ്ഞാൽ ചുളിവും കാര്യങ്ങളൊക്കെ വരും. അത് പ്രകൃതി നിയമമാണ്. പക്ഷെ നമുക്കതിനെ വൈകിപ്പിക്കാം, അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചുളിവുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഏജ്ഡ് ആയിട്ട് തോന്നിക്കുന്നത്. ആ ഒരു ഭാഗത്ത് ചുളിവും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്ക് കൂടിയാണത്. കൂടാതെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ഞാൻ മുന്തിരിയുടെ ജ്യൂസ് അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഈ കാണുന്ന അളവിൽ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. ഒരു 10-15 മുന്തിരിയുടെ ആ ഒരു അല്ലി എടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി ജ്യൂസായിട്ട് അരിപ്പ് ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ കുരു ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അരിച്ചെടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അപ്പം നമ്മളത് അരിച്ച് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഞാൻ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കോൺ സ്റ്റാർച്ച് അല്ല കേട്ടോ, കോൺഫ്ലവർ ആണ്, നമ്മുടെ ചോളമാവ് അല്ലെങ്കിൽ ചോളപ്പൊടി. ഇതൊരു ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കട്ടയില്ലാതെ അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാം. എന്നതിന് ശേഷം നമ്മളിതൊരു അടികട്ടിലൊരു പാത്രം എടുക്കുക. പാത്രത്തിന് മീതെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മീതെ വേണം നമ്മൾ ഈ ഒരു കൂട്ട് വെക്കാനായിട്ട് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ടങ്ങ് ചൂടാക്കി കൊണ്ടുവരികയാണ്. നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് കുറുകി വരും. നമ്മളിതിനകത്ത് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. കോൺഫ്ലവർ നമ്മുടെ ഈ ഒരു കൂട്ട് കുറുകാനായിട്ടും അതുപോലെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാനായിട്ടും പിന്നെ നമ്മുടെ സ്കിന്നിനെ ആ ഒരു ബ്ലീച്ചിങ് തരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കൂട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞാലും നമ്മൾ ഇളക്കുന്നത് നിർത്തരുത് കേട്ടോ. ഇതിൻ്റെ ഒരു ചൂട് റൂം ടെമ്പറേച്ചറിലേക്ക് ആവുന്നവരേക്കും നമ്മൾ കൈ എടുക്കാതൊന്നും നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കട്ടിയായി പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് നോർമൽ സ്കിന്ന് അതുപോലെ തന്നെ ഓയിലി സ്കിന്ന് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെല്ലാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്ന് ആരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആലുവേറ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആമണ്ട് ഓയിലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഫേസിലേക്ക് ഏത് ഓയിലാണ് സൂട്ടാവുന്നത് അത് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വിൻ്റർ ടൈമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് നന്നായിട്ട് വലിച്ചിൽ അനുഭവപ്പെടും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകും, പിന്നെ ഒത്തിരി അങ്ങ് വലിഞ്ഞ് മുറുകുന്നതായിട്ട് ഇതൊക്കെ ഫീൽ ആവും. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർക്ക് ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതല്ല നോർമൽ സ്കിന്നുകാരും ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അവർക്കും ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഓയിൽ തീരെ സൂട്ടാവാത്ത ആൾക്കാർക്ക് ഞാൻ ഈ കാണിക്കുന്ന രീതിക്ക് ഫോളോ ചെയ്ത് വരാം കേട്ടോ. ഈ ഒരു ആലുവേറ ജെല്ല് ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല. ഇതേപടി അങ്ങ് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ വേറെ ദിവസങ്ങളിൽ നമുക്ക് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ
ഉപയോഗിച്ചാലും മതിയാകും കേട്ടോ. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് മാക്സിമം ഒരു മണിക്കൂർ നമ്മുടെ ഫേസിൽ വെക്കാനായിട്ട് നോക്കുക. അതല്ല ഫേസ് നന്നായിട്ട് വലിഞ്ഞ് മുറുകുന്നതായിട്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരു ഫേസ് പാക്ക് പോലെ ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. നമുക്കിതൊരു ക്രീം ടെക്സ്ചറിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് 1 മണിക്കൂർ നിങ്ങളുടെ ഫേസിൽ വെച്ചോളൂ, എന്നതിന് ശേഷം കഴുകിക്കളഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഫേസിൽ ആ ഒരു മാറ്റം കണ്ടുവരും കേട്ടോ. ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ആകും, ഞാൻ ഗ്യാരണ്ടി. ഇനി ഒരു കൂട്ട് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിനകത്തേക്ക് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നൊന്നും ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതല്ലാതെ എടുത്ത് വെക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു 5 ദിവസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാം കേട്ടോ. അത് കഴിയുമ്പോൾ വീണ്ടും പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് ഈ രീതിക്ക് അങ്ങ് ഫോളോ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ വന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.